ഇത് കഴിഞ്ഞ ആഴ്ച തണ്ണീർക്കൊമ്പനെ വെടിവെക്കണമെന്നായിരുന്നു ആദ്യം പകൽ മുഴുവൻ എല്ലാവരുടെയും ആവശ്യം. പിറ്റേ ദിവസം ദൗർഭാഗ്യവശാൽ ആന ചെരിഞ്ഞു. എന്തായിരുന്നു ജനകീയ ആവശ്യം? അത് കൊന്നത് തെറ്റിപ്പോയി എന്നാണ്. അപ്പോൾ രണ്ടഭിപ്രായം ഇത്തരം കാര്യങ്ങളിൽ രണ്ട് തരത്തിൽ ശക്തിയായി ചിന്തിക്കുന്നവരുണ്ട്. ആനപ്രേമികളുണ്ട്, വന്യജീവി സ്നേഹികളുണ്ട്, പരിസ്ഥിതി സ്നേഹികളുണ്ട്, കർഷകൻ്റെ ഭാഗമുണ്ട്, സാധാരണക്കാരൻ്റെ ഭാഗമുണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. അതിന് ഒന്നിനോട് മാത്രം ഉത്തരം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതൊരു സമഗ്രമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞങ്ങൾ സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കിയത്. അത് കഴിഞ്ഞില്ല. ഒരാഴ്ച മുമ്പ് വയനാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അവർ തിരുവനന്തപുരത്ത് വന്നിരുന്നു. അവരുമായി ആശയവിനിമയം നടത്തിയപ്പോൾ തുടർ നടപടി ഇതുപോലുള്ള നടപടികളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം സംവിധാനവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ഇനി ഒരു താൽക്കാലിക പദ്ധതി നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ഒരു ലോങ് ടേം പദ്ധതിക്ക് പുറമെ ഒരു ഷോർട്ട് ടേം പ്രോജക്റ്റ് ഇല്ലേ, 1.5 crore. ഞങ്ങൾ ഒരു 1.5 കോടി രൂപയുടെ ഒരു ഷോർട്ട് ടേം പ്രോജക്റ്റ്, അതെല്ലാം എന്ന് പറഞ്ഞാൽ പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടത് കൂടുതൽ RRTകൾ, അവർക്കുള്ള ആവശ്യമായ ആധുനിക ഉപകരണങ്ങൾ ഇതൊക്കെ നൽകുക എന്നുള്ളത് പ്രതിരോധ പ്രവർത്തനം. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് പ്രതിരോധ പ്രവർത്തനമാണ് ഏറ്റവും ഫലപ്രദമായി നിർവഹിക്കേണ്ടത്. ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി സോളാർ ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ്, ആനമതിലുകൾ, കിടങ്ങുകൾ, പിന്നെ റെയിൽവേ ഫെൻസിങ് തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അത് നല്ല തോതിൽ പിന്നെ വർദ്ധിച്ചു പ്രാവർത്തികമായി വരുന്നുണ്ട്. ഇനിയും കുറേ നബാർഡിൻ്റെ സഹായത്തോടുകൂടി കുറേയേറെ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത്. പക്ഷേ നമ്മുടെ അനുഭവം എത്രത്തോളം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ അത്രത്തോളം മറ്റു വഴി കണ്ടുപിടിച്ച് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അതിന് വിദഗ്ധന്മാർ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവർക്ക് കാട്ടിനുള്ളിൽ തന്നെ കഴിയാൻ ആവശ്യമായ ഭൗതിക അടിസ്ഥാന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് ഈ പ്രശ്നത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായി ചെയ്തു തീർക്കാനുള്ള ഒരു കാര്യം, പല കാര്യങ്ങളിൽ ഒന്ന്. ഇനി ഒരു കാര്യം കൂടി, നമ്മുടെ അതിർത്തികളിൽ പ്രത്യേകിച്ച് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾ എത്ര ആനകളെ ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച് നമ്മൾ ഈ വനമേഖലയിൽ വിട്ടിരുന്ന കണക്ക് നമുക്കുണ്ടോ? അവയെ നിരീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ തമിഴ്നാടും കർണാടകയും എത്ര ആനകളെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നാട്ടിനുള്ളിലേക്ക് അയച്ചിട്ടുണ്ട്? അവയുടെ കണക്ക് നമുക്കുണ്ടോ? അവയെ നമ്മൾ നിരീക്ഷിക്കുന്നു. Only these two were released very close to us. തമിഴ്നാട് ഈ രണ്ടുപേരുടെ കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. കണക്ക് ഇതാ പറഞ്ഞ ഈ കണക്കുകൾ കൈമാറും ചെയ്യുന്നതിലും വിവരങ്ങൾ കൈമാറും ചെയ്യുന്നതിലും ഒരു ചെറിയൊരു പോരായ്മ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ പോരായ്മകൾ ഇനി ഉണ്ടാകാൻ പാടില്ല. ഈ പോരായ്മ ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണ്, ഇത് രണ്ടും കൂടി പരിശോധിക്കുന്നതിനാണ് ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി. കാരണം നമ്മൾ മാത്രം തീരുമാനിച്ച പോലെ ഇൻ്റർ സ്റ്റേറ്റ് ആകുമ്പോൾ അവരുടെ സൗകര്യം കൂടി നോക്കി ഏറ്റവും അടുത്ത ദിവസം യോഗം കൂടി ഇത് അവലോകനം ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. സംസ്ഥാനത്ത് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് പറയുന്നത് ആനയെ വെടിവെച്ച് കൊല്ലുന്നത്. നിയമത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ടാണോ അതോ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? അല്ല, അതവർ പിന്നെ അതിന് അധികാരമുള്ളവരോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാൽ അത് കേരള വനംവകുപ്പിനോട് മാത്രമാണെന്ന് നിങ്ങളല്ലേ തീരുമാനിച്ചത്? അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം അധികാരികളോടാണ് ആവശ്യപ്പെട്ടത്. ആ അധികാരി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് മാത്രമല്ല, ബന്ധപ്പെട്ട മറ്റ് ഗവൺമെൻറ്റുകളുമാണ്. അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ് അങ്ങനെയാണ് പറയേണ്ടത്. അധികാരികളിൽ നിന്ന് ആരെങ്കിലും സ്പെസിഫൈ ചെയ്ത് മുദ്ര കുത്തി ചാപ്പ കുത്തി അവരാണ് ഉത്തരവാദി എന്ന് ഈ പ്രസ്താവന ഇറക്കിയ ഘടകകക്ഷി നേതാവ് പറഞ്ഞിട്ടില്ല.